നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രാഗിൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഒരു വലിയ ഫുഡ് ഫെസ്റ്റിവൽ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. 60-ലധികം രാജ്യങ്ങളുടെ ഭക്ഷണവും സംസ്കാരവും ഒന്നിച്ചറിയാൻ പറ്റുന്ന എംബസി ഫെസ്റ്റിവൽ 2026 കാണാൻ ഞങ്ങൾ മെട്രോ വഴിയാണ് പോയത്. വൈകുന്നേരം ഒരു 5 മണിയോടെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴേക്കും ചില സ്റ്റോളുകളിലെ പല വിഭവങ്ങളും തീർന്നു തുടങ്ങിയിരുന്നു. ആദ്യം കണ്ടത് നല്ല തിരക്കുള്ള പോളണ്ടിൻ്റെ സ്റ്റാളാണ്. തൊട്ടടുത്ത് തന്നെ സ്ലോവാക്കിയയുടെ സ്റ്റാളും കണ്ടു. അവിടെ ഭക്ഷണത്തിന് പുറമെ പുസ്തകങ്ങളും ഭംഗിയുള്ള സുവനീറുകളും വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് റൊമേനിയ, അൽബേനിയ എന്നീ രാജ്യങ്ങളുടെ സ്റ്റാളുകൾ കടന്നാണ് ഞങ്ങൾ പോയത്. അൽബേനിയയുടെ സ്റ്റാളിൽ കണ്ട ഈ വൈനുണ്ടല്ലോ, ഇത് അവിടുത്തെ പ്രശസ്തമായ നൂറല്ലാരി വൈനറിയുടെ ലവർദാർ വൈനാണ്. തിരക്ക് കാരണം അടുത്തുപോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പോർച്ചുഗൽ, മോൾഡോവ സ്റ്റോളുകളും ഞങ്ങൾ കണ്ടു. അടുത്ത് ഇന്തോനേഷ്യയുടെ ഫുഡ് സ്റ്റോളാണ്. അവിടെ ഫ്രൈഡ് നൂഡിൽസ്, പോർക്ക്, മധുരമുള്ള സോയ സോസിൽ വേവിച്ചെടുത്ത ബാബി കെച്ചപ്പ്, സ്പ്രിംഗ് റോൾ എന്നിവയുണ്ടായിരുന്നു. പച്ചക്കറികൾ വറുത്തെടുത്ത ബാലാബാല എന്ന സ്നാക്കും തേങ്ങയും ശർക്കരയും ചേർത്ത പാൻകേക്കായ ദാദർ ഗുലുങ് എന്ന സ്വീറ്റും അപ്പോഴേക്കും തീർന്നുപോയിരുന്നു. തൊട്ടടുത്ത് ഫിലിപ്പീൻസിൻ്റെ സ്റ്റോളിൽ ഒരു ചേച്ചി നാടൻ കോൺസിലോഗ് വിളമ്പുന്നുണ്ടായിരുന്നു. കോൺ ബീഫും ഗാർലിക് റൈസും ഫ്രൈഡ് എഗ്ഗും ചേർന്ന ഒരു പരമ്പരാഗത ഫിലിപ്പീനോ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. മലേഷ്യയുടെ സ്റ്റാളിൽ കബാബും മറ്റ് വിഭവങ്ങളും ലൈവായി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ തുണികളും ബാഗുകളും വിൽക്കുന്നുമുണ്ട്. അതുപോലെ തായ്ലൻഡിൻ്റെ സ്റ്റോളിൽ മാംഗോ സ്റ്റിക്കി റൈസ്, കോക്കനട്ട് മാംഗോ ഐസ്ക്രീം തുടങ്ങി തായ് മാമ്പഴം കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ഫുഡ് ഐറ്റംസിനും 100 ചെക്ക് ക്രൗൺസ് മുതലായിരുന്നു വില ആരംഭിച്ചത്. വീഡിയോ ഒരുപാട് നീണ്ടുപോകാതിരിക്കാൻ ഞാൻ ഇവിടെ നിർത്തുന്നു. ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.